ഇന്ത്യയിലും വിദേശത്തും 17 വർഷത്തിലധികം ക്ലിനിക്കൽ പരിചയമുള്ള മെഡിക്കൽ പ്രാക്ടീഷണറായ ഡോക്ടർ തൃഷ്ണ ദേവരാജനാണ് ഇന്ന് സ്ത്രീശക്തിയിൽ അതിഥി. പ്രകൃതി ചികിത്സകയും യോഗ ഫിസീഷ്യനുമായ ഡോക്ടർ തൃഷ്ണ ദേവരാജൻ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും ക്ഷേമം കൈവരിക്കുന്നതിനും ഊന്നൽ നൽകിക്കൊണ്ട് നടത്തിവരുന്ന ആരോഗ്യക്ഷേമ ക്ലിനിക്കാണ് സമത്വം. ബോഡി മൈൻഡ് ആൻഡ് സോൾ ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി വെൽനസ് ക്ലിനിക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സമത്വം എന്നുള്ള വാക്കിനർത്ഥം തന്നെ ബാലൻസ് എന്നാണ്. അപ്പം ഇന്ന് നമ്മൾ കണ്ടുവരുന്ന പല അസുഖങ്ങളുടെയും കാരണം ഒരു ഇംബാലൻസ് ആണ്. ഒന്നിൽ മാനസികമായിട്ട് നമുക്ക് വരുന്ന ഇംബാലൻസസ്, അല്ലെങ്കിൽ ശാരീരികം ഫിസിയോളജിക്കലായിട്ടുള്ള ഇംബാലൻസസ്. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്ത് ഒരു ബാലൻസിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ സമത്വം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൻ്റെ തന്നെ ഒരു അണ്ടർലൈൻ പ്രിൻസിപ്പിൾ. അപ്പം സമത്വം എന്ന് പറഞ്ഞ ക്ലിനിക്കിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ ഇൻ്റർവെൻഷൻസ് ആണ്. അതായത് ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് അതിൻ്റേതായ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ വരുത്തുക, തിരിച്ച് രോഗവിമുക്തരാക്കുക എന്നുള്ളതാണ്. റിവേഴ്സൽ ഓഫ് ഡിസീസസ് എന്ന് വേണമെങ്കിൽ പറയാം, ക്രോണിക് ഡിസീസസ്. ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും ഇപ്പം നമ്മൾ ചുറ്റും കണ്ടുവരുന്നതിന് ഡയബറ്റീസ്, ഹൈ ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോൾ, അതുപോലെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ, ക്യാൻസർ, ഇതുപോലെ പല അസുഖങ്ങളും നമ്മുടെ ചുറ്റിലും ഒരുപാട് കൂടി വരുന്നുണ്ട്. അപ്പം ഇതിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ ശ്വസിക്കുന്ന വായു, നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, ഇതിനെല്ലാത്തിലും ഒരുപാട് പ്രസക്തിയുണ്ട്. അപ്പോൾ ആ ഏരിയാസിനെല്ലാം കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് സമത്വത്തിലെ ട്രീറ്റ്മെൻറ്റിൻ്റെ ലക്ഷ്യം. പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ കുറവ് പരിഹരിച്ച് പോവുക, ഇല്ല ചിലത് കൂടി നിൽക്കുന്നു, ചിലത് കുറഞ്ഞു ഇരിക്കുന്നു. അപ്പോൾ അതിലൊരു ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്, അതായത് ശരീരത്തിൽ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാകുന്നു, അതിനെ കുറയ്ക്കുന്ന ഡയറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെ പല നമ്മുടെ ഓരോരുത്തരുടെയും അസുഖം അനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസിനുള്ള മെഡിക്കൽ ന്യൂട്രീഷൻ തെറപ്പി, ന്യൂട്രീഷണൽ മെഡിസിനിലൂടെയാണ് നമ്മൾ കൊടുക്കാറ്. രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ്. ഇത് നമ്മൾ പ്രത്യേകിച്ച് കോവിഡ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കണ്ടുവന്നതാണ്. ഒരുപാട് പേർക്ക് വിഷാദരോഗം, ഉത്കണ്ഠ, ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ സർഫസ് ചെയ്ത് വന്നു. നേരത്തെയും ആൾക്കാരിൽ ഉണ്ടായിരുന്നു, പക്ഷെ പലവരും ഇതൊരു അസുഖമായിട്ട് കണ്ടിരുന്നില്ല, ഇതിന് ട്രീറ്റ്മെൻറ്റ്സ് തേടിയിരുന്നില്ല. അപ്പം ഈ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞൊരു ടെക്നിക്കിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ, കോഗ്നിറ്റീവ് എറേഴ്സ് എന്ന് പറയും, അതായത് നമ്മൾ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നവരാണ്. പക്ഷേ ഈ ചിന്തയിൽ ചിലപ്പോൾ നമുക്ക് തെറ്റുകളുണ്ടാവും. അപ്പോൾ ഈ ചിന്തയിലെ തെറ്റുകൾ നാം തന്നെ മനസ്സിലാക്കി അതിൽ കറക്ഷൻസ് വരുത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വളരെ സിമിലർ ആയിട്ടുള്ളൊരു അപ്രോച്ചാണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറപ്പി, CBT എന്ന് പറയുന്നത്. പക്ഷേ ഇത് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ നടത്തി വരുന്നത്. മൈൻഡ്ഫുൾനെസ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സെൽഫ് അവെയർനെസ്, അതായത് ഞാൻ എന്താണ്, എൻ്റെ ജീവിതം എന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്നുള്ള വ്യക്തി മാനസികമായും ശാരീരികമായും എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നിന്നും ഒരു നോർമൽ ലൈഫ് സ്റ്റൈലിലേക്ക് വരിക എന്നുള്ളതാണ്. അപ്പോൾ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് കൗൺസിലിംഗ് എൻ്റെ എക്സ്പീരിയൻസിൽ, എനിക്കൊരു 20+ ഇയേഴ്സുള്ള എക്സ്പീരിയൻസിൽ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പല ആൾക്കാർക്കും അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സെഷൻസ് നമുക്ക് കണ്ടുവന്നിട്ടുണ്ട്. മൂന്നാമത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ യോഗ തെറപ്പി. അപ്പോൾ നിങ്ങളൊരു പക്ഷേ യോഗേനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. ഇന്നിപ്പം ഇൻ്റർനാഷണൽ യോഗ ഡേ ഉള്ളതുകൊണ്ട് യോഗ ഭയങ്കര പോപ്പുലറാണ്. പക്ഷേ യോഗയുടെ ഒരു അന്തസത്ത എന്ന് തന്നെ പറയുന്നത് നമ്മളെ തന്നെ തിരിച്ചറിയുക എന്നുള്ളതാണ്, ഒരു സെൽഫ് റിയലൈസേഷനാണ്. അപ്പോൾ മെഡിക്കൽ യോഗ തെറപ്പിയിലൂടെ നമ്മൾ ബ്രീതിങ് എക്സസൈസസ് ഉണ്ട്, റിലാക്സേഷൻ ടെക്നിക്സ് ഉണ്ട്, മെഡിറ്റേഷൻ ഉണ്ട്, ഫിസിക്കൽ പോസ്റ്റേഴ്സ്, ആസനാസിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളായിട്ട്, അതായത് ഡയബറ്റീസ് ഉള്ള ഒരു വ്യക്തിക്ക് എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഈ ഡയബറ്റീസിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും, അതെല്ലാം റിസർച്ച് ബേസ്ഡ് ആയിട്ട്, എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഞാൻ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് ചോദിക്കും, നിങ്ങൾ എന്തെങ്കിലും യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? ഞാൻ യോഗ പഠിച്ചിട്ടുണ്ടെന്ന് പറയും. ഈ ഓൺലൈൻ യോഗ, ഷോർട്ട് ടേം യോഗ ഇസ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ്. കാരണം ഒരു ട്രീറ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് നമ്മളൊരു അസുഖത്തിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിക്ക് നമ്മുടെ ശാരീരിക ഘടന, നമ്മുടെ എങ്ങനെയാണ് ഫിസിയോളജിക്കൽ പ്രോസസ്സ്, നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നതെല്ലാം മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളായിട്ട് തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഗവേഷണം നടക്കുന്ന ഒരു ഏരിയയാണിത്. അതും വളരെ ഇഫക്റ്റീവാണ്. കാരണം പ്രത്യേകിച്ച് ഞാനൊരു പഠനം നടത്തിയിരുന്നു, പോസ്റ്റ് കോവിഡ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. നമ്മൾ ഒരുപാട് ലോങ് ആയിട്ട് കോവിഡ് എഫക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളിൽ അവർക്ക് പിന്നീട് ഒരു വിഷാദ രോഗവും വളരെയധികം ടെൻഷനും ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നതായി കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളിലൂടെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട്
ആ ഒരു പ്രോബ്ലം റിവേഴ്സ് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ പല കേസസിലും. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും, പ്രായമുള്ളവർക്ക് എനിക്ക് മുട്ടുമടക്കാൻ പോലും പറ്റുന്നില്ല, അപ്പോൾ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. മെഡിക്കൽ യോഗ തെറപ്പി എന്ന് പറയുന്നതിൽ പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ ശാരീരിക സ്ഥിതി ഒരു പ്രശ്നമല്ല, മാനസിക സ്ഥിതി പ്രശ്നമല്ല. കാരണം ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനുള്ള എല്ലാ ട്രീറ്റ്മെൻറ്റ് സൊല്യൂഷൻസും അതിൽ നമുക്ക് പ്ലാൻ ചെയ്തെടുക്കാൻ പറ്റും. ഓൺലി തിങ് ഈസ് ഈ ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് എല്ലാവർക്കും സെയിം ആയിരിക്കില്ല. കാരണം ഓരോ വ്യക്തിയുടെയും ദിനചര്യ, അവരുടെ ശാരീരിക ഘടന, അവരുടെ മാനസികമായിട്ടുള്ള നിലപാട് ഇതെല്ലാം വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് അതിനെ എല്ലാം ഉൾക്കൊണ്ട് ഒരു പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നുണ്ടാവുക. പിന്നെ നാലാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ അക്യുപങ്ക്ചറാണ്. അപ്പം ഒരുപാട് പേര് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ അക്യുപങ്ക്ചർ പറഞ്ഞാൽ ഇപ്പം കുറേ ഫേമസ് ആണ്, ഇൻഫേമസും ആണ്. കാരണം പല കോംപ്ലിക്കേഷൻസും നമ്മൾ കണ്ടുവരുന്നുണ്ട്. നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്ന ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സാണ്, ഇതിന് ക്വാളിഫിക്കേഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടൊരു മെഡിക്കൽ ഡിഗ്രിയുടെ ഭാഗമായതുകൊണ്ട് ശാരീരിക ഘടനയെല്ലാം മനസ്സിലാക്കി അനാറ്റമിയും ഫിസിയോളജിയും എല്ലാം വെച്ചുകൊണ്ട് തന്നെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ്റെ ഭാഗമായ ക്ലിനിക്കൽ അക്യുപങ്ക്ചർ എഗെയിൻ ഗവേഷണത്തിന് വിധേയമായ പോയിൻറ്റ്സും ബാക്കി കാര്യങ്ങളും ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾസാണ് നമ്മളിവിടെ ഉപയോഗിക്കുക. അപ്പോൾ ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ശരിക്കും പറഞ്ഞാൽ അക്യുപങ്ക്ചർ വളരെ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ന്യൂറോളജിക്കൽ കണ്ടീഷൻസ്, ന്യൂറോപ്പത്തി, അല്ലെങ്കിൽ നമുക്ക് മുട്ടുവേദന, ജോയിൻറ്റ് പ്രോബ്ലംസ്, മസ്കുലർ പ്രോബ്ലംസ്, നടുവേദന, കഴുത്ത് വേദന, സ്പോണ്ടിലോസിസ്, ഇങ്ങനത്തെ മൈഗ്രെയിൻ, ഇതുപോലത്തെ ഒരുപാട് പെയിൻ മാനേജ്മെൻറ്റിനും പിന്നെ ഈ പറഞ്ഞ പോലെയുള്ള കുറച്ച് ന്യൂറോളജിക്കൽ കണ്ടീഷൻസിനും വളരെ ഇഫക്റ്റീവാണ്. ഞാനൊരു പഠനം നടത്തിയിരുന്നു. ഞാൻ എൻ്റെ ഹയർ സ്റ്റഡീസിൻ്റെ സമയത്ത് ഡിപ്രഷനിൽ പോലും ഇതിന് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എഫക്റ്റ് അന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിരുന്നു ആ പഠനത്തിൽ. അപ്പം ക്ലിനിക്കൽ അക്യുപങ്ക്ചർ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് ട്രീറ്റ്മെൻറ്റ് അറ്റ് സമത്വം. മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രകൃതിദത്തവും സമഗ്രവുമായ ഇടപെടലുകളിലൂടെ രോഗങ്ങളുടെ ഏറ്റവും മികച്ച പ്രതിരോധവും ചികിത്സയും നൽകുക, അതുവഴി വ്യക്തിയുടെ പൂർണ്ണമായ സംയോജനം സാധ്യമാക്കുകയും അത് മുഖ്യധാര ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അഭിവാജ്യ ഘടകമാക്കുകയും ചെയ്യുക എന്ന ദർശനമാണ് സമത്വം വെൽനസ്സിലൂടെ ഡോക്ടർ തൃഷ്ണ ദേവരാജൻ പ്രാവർത്തികമാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സമത്വത്തിലെ ട്രീറ്റ്മെൻറ്റ്സ് പറഞ്ഞാൽ നമ്മളിൽ എല്ലാവരിലും തന്നെ ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിൽ ജീവിക്കുമ്പം നമുക്ക് ശരീരവും മനസ്സും നമ്മുടെ നമ്മുടെ സാമൂഹികമായിട്ട് പ്രശ്നങ്ങൾ നമുക്ക് വരാറുണ്ട്, ശാരീരികമായിട്ടുണ്ട്, മാനസികമായിട്ടുണ്ട്. അത് കൂടാണ്ട് വേറെ എന്തുകൊണ്ട് നമ്മളൊന്നും അറിയാത്ത കുറേ കാര്യങ്ങൾ, അതായത് നമുക്ക് ഇമോഷണൽ ഡിസ്റ്റർബൻസസ്, അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് പോളിസി മാറുമ്പോൾ ഉള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇതെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ ആരോഗ്യം എന്നുള്ള ലെവലിൽ മാത്രമല്ല, ഹെൽത്ത് എന്നുള്ള ലെവലിൽ മാത്രമല്ല, അതും മറികടന്ന് ഫുൾ പൊട്ടൻഷ്യലിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളതാണ് ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പം ഞാൻ പലപ്പോഴും പേഷ്യൻസിൽ കണ്ടുവരുന്ന ഒരു അപാകത, ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, എനിക്ക് ഒരു പേഷ്യൻ്റ് വന്നു, വേദന ഉണ്ടായിരുന്നു, വേദന മാറി, വീട്ടിൽ പോയി. പക്ഷെ ആ വേദന ഇനിയും വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ? അപ്പം പ്രിവെൻഷൻ വേണം, മാനേജ്മെൻറ്റ് വേണം, കോംപ്ലിക്കേഷൻസിനെ അഡ്രസ്സ് ചെയ്യാനുള്ള നമുക്ക് റീഹാബിലിറ്റേഷനും വേണം. റീഹാബിലിറ്റേഷൻ പലപ്പോഴും ആൾക്കാർ വിട്ടുപോകുന്ന ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും മാനസികാരോഗ്യത്തിൻ്റെ കേസിലാണെങ്കിലും ഈ ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്ന കേസിലാണെങ്കിലും, ഉദാഹരണത്തിന് സ്ട്രോക്ക് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പാരാലിസിസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് പോകാറുണ്ട് അല്ലേ. അപ്പം ചലനശേഷി നഷ്ടപ്പെടും. കോവിഡ് എന്ന സമയത്ത് പല ആൾക്കാർക്കുള്ള പ്രശ്നമായിരുന്നു വായ്ക്ക് രുചിയില്ല. ദാറ്റ് ഈസ് ഓൾസോ കോംപ്ലിക്കേഷൻ അല്ലേ. അപ്പം മാനസിക പ്രശ്നങ്ങൾക്കുള്ള കോംപ്ലിക്കേഷൻ എന്താണ്? അവർക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ജീവിതത്തിൽ വേറെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല. ഇങ്ങനത്തെ പല കോംപ്ലിക്കേഷൻസും വരുന്നു. അപ്പം ഇതിനെയെല്ലാം നമ്മൾ മുൻനിർത്തിക്കൊണ്ട് ഇവരെ ട്രെയിൻ ചെയ്ത് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പം ഡെഫിനറ്റ്ലി നമ്മൾ കുട്ടിക്കാലം മുതലേ അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം, അത് പഠിപ്പിച്ചു കൊടുക്കും. അതുകൂടാണ്ട് അസുഖം വന്നാൽ ഇത് മാനേജ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ അസുഖം വന്ന് കോംപ്ലിക്കേഷൻസിൽ പോയവർക്കാണെങ്കിൽ കൂടെ അവർക്ക് അത് വെച്ചുകൊണ്ട് തിരിച്ച് ഒരു നാച്ചുറൽ ലൈഫിലേക്ക്, അല്ലെങ്കിൽ തിരിച്ച് നോർമൽ ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘട്ടങ്ങൾ ട്രീറ്റ്മെൻറ്റിന്. ഇനി ഇത് മാത്രം മതിയോ? ചിലപ്പം നമ്മുടെ അടുത്ത് പല പേഷ്യൻസ് വരുന്നവർ അവർ ഓൾറെഡി മരുന്നുകൾ കഴിക്കുന്നുണ്ടാകും. പ്രത്യേകിച്ച് ഒരു 50+, 60+ ഏജ് ഗ്രൂപ്പിലുള്ളവരാണെങ്കിൽ
അവർ ഓൾറെഡി കുറേ മെഡിസിൻസ് കഴിക്കുന്നുണ്ടാവും. അപ്പം ആ മെഡിസിൻസിന് ചിലതൊക്കെ അവർക്ക് നമുക്ക് റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. ചില കണ്ടീഷൻസ് മെഡിസിൻസ് എടുത്തേ മതിയാവൂ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഇൻറ്റഗ്രേറ്റീവ് പ്രാക്ടീസ്, അതായത് അവരെടുത്തുകൊണ്ടിരിക്കുന്ന മരുന്നുകൾ വെച്ച് നമ്മുടെ ഇതും കൂടെ കമ്പൈൻ ചെയ്ത് ഇത് മോണിറ്റർ ചെയ്ത് ഏറ്റവും മുൻനിർത്തിക്കൊണ്ട് പേഷ്യൻസിനെ മുൻനിർത്തിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. രണ്ടാമത്തെ ഒരു വളരെ ഹൈലൈറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു കോസ്റ്റ് ഇഫക്റ്റീവ്നെസ്സാണ്. നമുക്ക് എന്തൊരു അസുഖം വന്നാലും പലപ്പോഴും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു, ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു. ആ സമയത്ത് എന്ത് പറ്റുന്നത്, നമുക്ക് വളരെ ഹ്യൂജ് ഒരു എക്കണോമിക് ബേർഡനാണ്. അതായത് നമുക്ക് ലക്ഷങ്ങളാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്. അപ്പം അത് മാക്സിമം ഒഴിവാക്കി മാക്സിമം ഈ എക്കണോമിക് ബേർഡൻ മിനിമൈസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ നമ്മൾ ഇതിനകത്ത് നോക്കുന്നുണ്ട്. ഇനി മൂന്നാമത്, പലപ്പോഴും ഇന്നത്തെ കാലത്ത് ഒരുപാട് ഇൻഫർമേഷൻ നമ്മുടെ ചുറ്റുമുണ്ട് അല്ലേ. ഇത് കഴിക്കണം, അത് കഴിക്കണ്ട, ഇങ്ങനെ ഉറങ്ങണം, അങ്ങനെ ഉറങ്ങണം, ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് ചുറ്റും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഒരു ഗവേഷണം, എവിഡൻസ് ബേസ്ഡ് ആയിട്ട്, അതായത് ഇതിന് പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ, സയൻറ്റിഫിക് സ്റ്റഡിയിലൂടെ പോയിട്ടുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് അതിൽ ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലിമെൻറ്റ്സിനെ എടുത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം ഗവേഷണാടിസ്ഥാനമായുള്ള ട്രീറ്റ്മെൻറ്റുമാണ് കൂടുതലും നമ്മൾ ഇവിടെ ചെയ്യുക. പിന്നെ ഫിലോസഫിക്കലായിട്ട് കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് വരുന്നുണ്ട് സ്പിരിച്വൽ ലെവലിലൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതൊന്നും നമ്മൾ ഇപ്പോഴും ഗവേഷണത്തിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് തന്നെയാണ് ആ ഏരിയാസ് നിൽക്കുന്നത്. എങ്കിൽ പോലും ഒട്ടുമിക്ക അസുഖങ്ങൾക്ക്, ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹാർട്ട് ഡിസീസസ് ആയിക്കോട്ടെ, ക്രോണിക് പെയിൻ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ഫൈബ്രോമയാൽജിയ, ആർത്രൈറ്റിസ്, സ്പോണ്ടിലോസിസ്, ഇനി വയറ് സംബന്ധമായിട്ടുള്ള IBS, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ഗ്യാസ്ട്രൈറ്റിസ്, കോൺസ്റ്റിപ്പേഷൻ, ഇങ്ങനെ ഒരുപാട് അസുഖങ്ങൾക്ക്, മൈഗ്രെയിൻ, ഹെഡേക്സ്, കാൽ കൈ തരിപ്പ്, ന്യൂറോപ്പത്തീസ്, അതേപോലെ തന്നെ നമുക്ക് എന്തോ കാരണമില്ലാത്ത ക്ഷീണം, ഫെറ്റീഗ്, ക്രോണിക് ഫെറ്റീഗ് സിൻഡ്രോം, പിന്നെ അതേപോലെ സ്കിൻ പ്രോബ്ലംസ്, ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ്, ഇങ്ങനെ ഒരുപാട് വളരെ വൈഡായിട്ടുള്ള റേഞ്ച് ഓഫ് ട്രീറ്റ്മെൻറ്റ്സ് അസുഖങ്ങൾക്ക് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മൈൽഡ് ടു മോഡറേറ്റ് ആൻസൈറ്റി, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസസ് ഉണ്ട്. ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് ക്യാൻസർ, അല്ലെങ്കിൽ വളരെ സിവിയർ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർ, സ്കിസോഫ്രീനിയ അല്ലെങ്കിൽ മൂഡ് ഡിസോർഡർ ഒക്കെ ഉള്ളവർക്ക് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ്, കാരണം അവർക്ക് ചിലപ്പം ഉറക്കക്കുറവ്, അതിയായ ക്ഷീണം, അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ, ഇങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ അതിന് സപ്പോർട്ടീവ് ട്രീറ്റ്മെൻറ്റ്സും നൽകാൻ നമുക്ക് സാധിക്കും. അപ്പം നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള ജനത, നമ്മുടെ വീട്ടിലുള്ളവരായിക്കോട്ടെ, നമ്മുടെ ചുറ്റുമുള്ളവരായിക്കോട്ടെ, എല്ലാവരും തന്നെ ഈ അസുഖത്തിൻ്റെ പേരിൽ നമ്മൾ വറി ചെയ്യാൻ പാടില്ല. വി ഷുഡ് ബി ഏബിൾ ടു ലിവ് നോർമലി. അപ്പം അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു, ഓൾറെഡി അസുഖം വന്നു പോയെങ്കിൽ അതിനെ മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ജീവിക്കാൻ പറ്റുന്നോ, അസുഖം ഇല്ലാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അത് പ്രിവെൻറ്റ് ചെയ്യാനും, ഇനിയും അസുഖം അക്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സിവിയറായിട്ട് നിൽക്കുന്നവരാണെങ്കിൽ അതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കൊണ്ടുപോകാനും നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ അന്തസത്ത. ഇനി ഇത് കൂടാതെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ ലോഞ്ച് ചെയ്യുന്നൊരു കാര്യമാണ് നാച്ചുറൽ കോസ്മെറ്റോളജി. എന്താണ് ഈ നാച്ചുറൽ കോസ്മെറ്റോളജി? നമുക്ക് എല്ലാവർക്കും നമ്മൾ ഹെൽത്തൊക്കെ റീഗെയിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്താണ്, നമുക്ക് ഇനി വി ഷുഡ് ഓൾസോ ലുക്ക് ഗുഡ് അല്ലേ. നമുക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്, വി ഷുഡ് ബി ദ ബെസ്റ്റ്, നമ്മുടെ അപ്പിയറൻസിലായാലും നമ്മുടെ ഫീലിങ്സിലായാലും എല്ലാം. അപ്പം അതിന് വേണ്ടിയിട്ട് കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ അക്യുപങ്ക്ചറിൻ്റെ ഭാഗമായിട്ട് കോസ്മെറ്റിക് അക്യുപങ്ക്ചറും ഫേസ് യോഗ പ്രാക്ടീസസും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ അതൊരു ആഡ് ഓൺ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലും നമുക്ക് വി ഷുഡ് ബി ഹാപ്പി അബൌട്ട് ഹൂ വി ആർ. അപ്പോൾ അതിൻ്റെ ഒരു എലിമെൻറ്റ്സ് ആയിട്ട് നമ്മൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് സമത്വത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആക്ടിവിറ്റീസ്. സമത്വം എന്ന് പറയുന്ന ശരിക്കും പറഞ്ഞൊരു ആശയം എനിക്ക് തോന്നാൻ കാരണം, എനിക്ക് കുട്ടിക്കാലം മുതലേ വളരെ സ്പിരിച്വൽ കാര്യങ്ങളോട് വളരെ ഇൻക്ലൈൻഡ് ആയിരുന്നു ഞാൻ. അപ്പം ഒരുപാട് നമ്മുടെ ഉപനിഷത്തുക്കളും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ, ഞാൻ ഒരു കോൺവെൻറ്റ് സ്കൂളിൽ പഠിച്ചു. അപ്പോൾ അതിൻ്റെ കുറച്ച് മോറൽ ഇൻപുട്സ്, അങ്ങനെ പല കാര്യങ്ങളും ലൈഫിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഞാൻ +2 കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ യാദൃച്ഛികമായി ഒരു സെൻ മെഡിറ്റേഷൻ്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതിൽ ഞാൻ അനുഭവിച്ച ഒരു സന്തോഷം ഉണ്ടായിരുന്നു, നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ബ്ലിസ്ഫുൾ ഫീലിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും ആ ഒരു മാർഗത്തിലേക്ക് തന്നെ പോകണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ
+2 നമ്മുടെ പ്രീ ഡിഗ്രി ആയിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത്. അപ്പോൾ പ്രീ ഡിഗ്രി സെക്കൻഡ് ഗ്രൂപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും സെക്കൻഡ് ഗ്രൂപ്പ് എല്ലാവരും മെഡിസിന് പോകണമാണ് താല്പര്യപ്പെടുന്നത്. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് യോഗ അങ്ങനത്തെ ഫീൽഡിലായിരുന്നു. കാരണം ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ച് കുറച്ച് കോഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പോസിറ്റീവ് ഇഫക്ട്സ് എനിക്ക് അറിയാമായിരുന്നു. അപ്പം അങ്ങനെ ജോയിൻ ചെയ്തതാണ് BNYS എന്ന് പറഞ്ഞ ബാച്ചുലർ ഓഫ് നാച്ചുറോപ്പത്തി ആൻഡ് യോഗിക് സയൻസ് എന്ന് പറഞ്ഞ മെഡിക്കൽ ഡിഗ്രി. അതിനുശേഷം അത് പഠിച്ചു കഴിഞ്ഞപ്പം അത് പഠിച്ചപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടി. കാരണം ഇതിൻ്റെ ബ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സയൻസ് മീറ്റ്സ് ഫിലോസഫി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫീൽഡിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന ഫിലോസഫിക്കൽ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈസ്റ്റ് മീറ്റ്സ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പൈൻഡ് എഫേർട്ടായിട്ട് കൊണ്ടുവന്ന് അതിലേക്കുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് ആയിരുന്നു നമ്മൾ പഠിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ന്യൂട്രീഷൻ ഉണ്ട്, ഫിസിയോതെറപ്പി ഉണ്ട്, നമുക്ക് വാട്ടർ ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്, ഈ പറഞ്ഞ പോലെ നമുക്ക് മാനസികമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു. പക്ഷേ എങ്കിലും അത് കഴിഞ്ഞിട്ടും എനിക്ക് ഒരു വോയിഡ് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളിതെല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടേക്കോ നമുക്ക് കുറച്ചുകൂടെ ലിമിറ്റേഷൻസ് തോന്നുന്നുണ്ടായിരുന്നു. ആ അവസരത്തിലാണ് എനിക്ക് സൈക്കോളജിയിൽ PG ചെയ്യാനും ഒരു അവസരം ലഭിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പോഷറും കൂടെ വന്നപ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒട്ടുമിക്ക നമ്മുടെ ചുറ്റുമുള്ള അസുഖങ്ങളും ഒരു ഇംബാലൻസ് ആണ്. ഒന്നിയിൽ നമ്മുടെ കോശങ്ങളിലുള്ള ഇംബാലൻസ്, അല്ലെങ്കിൽ നമ്മുടെ മാനസിക ചിന്താഗതിയിലുള്ള ഒരു വ്യതിയാനങ്ങൾ, ഒരു പക്ഷേ ഒരുപാട് പേര് സഫർ ചെയ്യുന്നതും ഈ പ്രോബ്ലംസ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു ബാലൻസ് തിരിച്ചു കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് വന്നതാണ് ഈ സമത്വം എന്ന് പറയുന്ന ഒരു ആശയം. ഈ സമത്വത്തിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പം നമുക്ക് സ്വാഭാവികമായിട്ടും ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നമുള്ള ഒരാൾക്ക് മാനസികമായിട്ടും അത് അവരെ ബാധിക്കും. അപ്പം അത് വേറൊരു ട്രീറ്റ്മെൻ്റ് അല്ല, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിത രീതികളായിക്കോട്ടെ, അവരുടെ മാനസിക പ്രശ്നങ്ങളായിക്കോട്ടെ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് തന്നെയായിരുന്നു താല്പര്യം. അപ്പോൾ അങ്ങനെ വന്നതാണ് ഈ സമത്വം ബോഡി മൈൻഡ് ആൻഡ് സോൾ എന്ന് പറയുന്ന ഒരു ആശയം. ഇനി ഈ സോൾ എന്ന് പറഞ്ഞൊരു എലിമെൻറ്റ് പലപ്പോഴും നമ്മൾ എന്താ പറയുന്നത് അധികം സംസാരിക്കാത്തൊരു കാര്യമാണ്. അപ്പം WHO തന്നെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തന്നെ ഈ സ്പിരിച്വൽ എലിമെൻറ്റ് നമ്മുടെ ഹെൽത്ത് എന്നുള്ള ഒരു ആസ്പെക്റ്റിൽ പിന്നീട് ഉൾപ്പെടുത്തുകയുണ്ടായി. കാരണം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നു, നമ്മൾ വാക്സിനേഷൻസ് ചെയ്യുന്നു, പോരാത്തതിന് നമ്മൾ ഒരുപാട് ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്താലും പല ആൾക്കാർക്കും ആ ഹെൽത്ത് കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലേക്ക് എത്താൻ പറ്റുന്നില്ല, ഇല്ല, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതും എല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫ് നമ്മുടെ കയ്യിലാണ്. നമുക്ക് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞാൽ ഈ പ്രകൃതിയുമായിട്ടും നമ്മുടെ ചുറ്റുമുള്ള സമൂഹവുമായിട്ട് ഇണങ്ങിച്ചേർന്ന് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും എന്നുള്ളൊരു ലക്ഷ്യം ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ തന്നെ തുടങ്ങാനായിട്ടുള്ള ലക്ഷ്യം. അപ്പം അതിൽ നമുക്ക് ജേർണിയിൽ ഡെഫിനറ്റ്ലി അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്കും കുറച്ച് ഹെൽത്ത് ക്രൈസിസ് ഉണ്ടായിരുന്നു. ഞാൻ കോളേജിൽ പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ കോളേജിൻ്റെ ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഹെൽത്തും കുറച്ച് ഡീവിയേറ്റായി, ഇംബാലൻസിലേക്ക് പോയി. അതും പല ഘട്ടങ്ങളിലായിട്ട് പല ട്രീറ്റ്മെൻറ്റ്സ് എടുത്ത് എനിക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചു. എങ്കിലും എല്ലാം കൊണ്ടുവരുമ്പോഴും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എല്ലാവരുടെയും ലൈഫിൽ ഇതൊരു ജേർണിയാണ്. നമുക്ക് എന്നും ആരോഗ്യം വീണ്ടെടുത്ത് അല്ലെങ്കിൽ ആരോഗ്യവതി അല്ലെങ്കിൽ ആരോഗ്യവാൻ എന്ന് പറഞ്ഞിരിക്കണമെങ്കിൽ ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പ്രോസസ്സ്, ഇറ്റ്സ് എ ജേർണി. നമുക്ക് ഇന്ന് അസുഖം അറിയും, ഓക്കെ ഐ ആം ഹെൽത്തി എന്ന് പറഞ്ഞിരിക്കുന്നതിനെക്കാട്ടിലും എന്നും വി ഹാവ് ടു വർക്ക് ടുവേർഡ്സ് ഇറ്റ്. അപ്പം അതും നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ ചിന്തിക്കുന്ന ചിന്തകൾ, നമ്മുടെ ശാരീരികമായിട്ടുള്ള വ്യായാമം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ഫുൾ ആക്ടിവിറ്റീസ്, സോഷ്യൽ ആക്ടിവിറ്റീസ്, നമ്മുടെ എക്കണോമിക് സിറ്റുവേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ സാധാരണ ചെയ്യുക. പിന്നെ ഇതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ പലർക്കും ക്രോണിക് ഡിസീസസ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാൻ പഠിച്ചിറങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഐ വാസ് ഓൾസോ നോട്ട് വെരി ക്ലിയർ. എനിക്ക് എങ്ങനെ ഇത് അപ്രോച്ച് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ പബ്ലിക്കിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയെങ്കിലും എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നു. അങ്ങനൊരു വളരെ വിഷമത്തിലിരിക്കുകയാണ് ഞാൻ വിചാരിച്ചത്, എന്തുകൊണ്ട് നമുക്ക് ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൂടാ, ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. അങ്ങനെ കുറച്ച് ക്ലാസ്സുകൾ ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ കുറേ ഇൻട്രാക്ഷൻസ് വന്നു. അങ്ങനെ നമുക്ക് പല രീതിയിലായിട്ട് പല അവന്യൂസിലൂടെ
ഈ ഒരു ആശയത്തിലേക്ക് എത്താനും അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ഒരു ക്ലിനിക്കായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും സാധിച്ചു. സമത്വം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഒക്കെ വളരെ ഭംഗിയാണ്. അത് എനിക്കൊന്നൊരു 2003-2004 ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ അത് ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് ചെറിയൊരു ജേണി ആയിരുന്നില്ല. ഇറ്റ് വാസ് റിയലി ഡിഫിക്കൾട്ട്. കാരണം ആ സമയത്ത് തന്നെ നമ്മുടെ ലൈഫിൽ തന്നെ കുറേ ചേഞ്ചസ് വരുമല്ലോ. അപ്പം അന്നേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഒന്ന്, ഇത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞാൻ എൻ്റെ ഒരു ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് പലരുമായിട്ട് ഡിസ്കസ് ചെയ്ത് അവർക്ക് എന്തൊക്കെ ഇൻപുട്സ് എനിക്ക് തരാൻ പറ്റും. അതിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ എൻ്റെ ഡോക്ടർ ഫ്രണ്ട്സിനുണ്ടായിട്ടുണ്ട്. അവരൊക്കെ തന്നെ എന്താണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്നത്, അതിൽ നമുക്ക് എങ്ങനെയാണ് ഏത് ഏരിയയിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് നമുക്കൊരുപാട് അഡ്വൈസ് തന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ദ റൈറ്റ് കൈൻഡ് ഓഫ് പീപ്പിൾ അല്ലേ. നമ്മുടെ ചുറ്റും നമ്മുടെ ഒരു ടീം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പല ആൾക്കാരെയും ഐഡൻറ്റിഫൈ ചെയ്ത് ഇൻ്റർവ്യൂസ് ചെയ്തു. ഞാൻ തന്നെ യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തെറപ്പിക്കുള്ള സ്റ്റുഡൻസിനെ ഓരോ ബാച്ച് ഇറങ്ങുമ്പോഴും എനിക്കറിയാം ദ സ്ട്രെങ്ത്സ് ആൻഡ് വീക്ക്നെസ്സസ്. അപ്പോൾ അതനുസരിച്ചിട്ട് ഞാൻ അവരെ ഹയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫിംഗ് ആണെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് സംബഡി ഹു ഹാസ് എ ഹ്യൂമൻ കണക്ഷൻ, ഞാൻ എപ്പോഴും അതാ നോക്കുന്നത്. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് ആണെങ്കിലും വരുന്ന സമയത്ത് നമുക്ക് അവർ ഈ ക്ലിനിക്കിൽ വരുന്ന സമയത്ത് അവർക്ക് അവരുടെ അസുഖം മാറും എന്നുള്ളൊരു വിശ്വാസം, അതിലൊരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആത്മാർത്ഥതയുണ്ട്, ഒരു ജെനുവിനിറ്റി ഉണ്ട്. അപ്പോൾ അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ സ്റ്റാഫിങ്. ഞാൻ വേറൊരു ഡോക്ടറുമായിട്ട്, ഒരു മെയിൽ ഡോക്ടറുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹവും അങ്ങനെ ഒരു ലക്ഷ്യത്തോടു കൂടെ തന്നെ നിൽക്കുന്ന ഒരാളാണ്. അല്ലാണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊരു മണി മൈൻഡഡോ അങ്ങനെ ഒരു രീതിയിലല്ല, തികച്ചും നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ തന്നെ മനുഷ്യന് നൽകാവുന്ന ബെസ്റ്റ് പോസിബിൾ ട്രീറ്റ്മെൻറ്റ്സും അതിനുള്ള സപ്പോർട്ടും കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ക്രൈറ്റീരിയ. ഈ പ്രോസസ്സിലൂടെ പലപ്പോഴും നമ്മളും വി ആർ ഓൾസോ ലേണിംഗ്. അപ്പം നമ്മളും ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കും എത്രത്തോളം അത് മെച്ചപ്പെടുത്തും. അപ്പോൾ അതിനുവേണ്ടി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. മെഡിക്കൽ അപ്ഡേറ്റ്സ്, റിസർച്ച് പേപ്പേഴ്സ് സെർച്ച് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. അത് ഓരോ പേഷ്യൻറ്റും വരുമ്പോഴത്തേക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് നോക്കുക. അതിനായിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ. അപ്പം ഈ ഒരു അപ്ഡേഷൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുതകുന്ന ഒരു ടീമും ഉതകുന്ന ഒരു സ്പേസുമാണ് സത്യം പറഞ്ഞാൽ ഈ സമത്വം എന്ന് പറയുന്ന ഈ ക്ലിനിക്ക്. മൂന്നാമത്തെ കാര്യം, ഇവിടെ ട്രീറ്റ്മെൻറ്റ് വരുന്ന പേഷ്യൻസ് പലപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടി വരുന്നവരാകാം. അപ്പം അവർക്കും ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ സാധിക്കണം ഫോർ ദ പ്രോബ്ലംസ്. അപ്പോൾ ആ ഒരു സൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഏതൊക്കെ ഏരിയാസിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് അതെല്ലാം നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം പലപ്പോഴും ഞാൻ ഡയറ്റ് പറയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും പേഷ്യൻസ് ചോദിക്കുന്ന ഒരു ഫസ്റ്റ് കാര്യം, ഡോക്ടർ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് എവിടെ വാങ്ങിക്കാൻ കിട്ടും. അപ്പം അതും നമ്മളിപ്പം പുതിയതായിട്ട് കുറച്ച് ഹെൽത്തി ഫുഡ്, അതായത് നമ്മുടെ മില്ലറ്റ്സ് ആയാലും ശരി, കുറച്ച് ടീ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ എക്സ്പെൻസീവ് അല്ലാണ്ട്, കാരണം ഓവർ എക്സ്പെൻസ് വെച്ചിട്ട് നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വളരെ ഒരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അതും ഇവിടെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. അപ്പോൾ ഇനിയും കമ്മിങ് ഡേയ്സിൽ അത് അവൈലബിൾ ആക്കാനുള്ള ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ മൂന്നാമത്തെ വേറൊരു കാര്യം ഇതിൽ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ തനിമ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. നമ്മുടെ പ്രകൃതി നമുക്ക് തരുന്ന ഫുഡ്സ് നമുക്ക് എത്രത്തോളം നാച്ചുറലായിട്ട് നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരാൻ പറ്റുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടുന്ന രീതിയിൽ ഇനി ഫ്യൂച്ചറിൽ നമ്മൾ കുറച്ച് നാച്ചുറൽ ഡൈസ് ഉപയോഗിച്ച് ക്ലോത്ത്സ്, ഒട്ടും കെമിക്കൽസ് ഉപയോഗിക്കാത്ത തുണികൾ, അതേപോലെ തന്നെ സോപ്പ്, കോസ്മെറ്റിക്സ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അതിൻ്റെ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുവരിക പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. കറക്റ്റായിട്ടുള്ള സോഴ്സ് വേണം, അതിന് കറക്റ്റായിട്ടുള്ള പ്രൈസിങ് വേണം, നമുക്കത് എത്തിക്കാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഫ്യൂച്ചർ വർക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ അണ്ടർലൈനിൽ എന്നെ സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഫസ്റ്റ് എൻ്റെ ഫാമിലി തന്നെയാണ്. സെക്കൻഡ് ഡെഫിനറ്റ്ലി വളരെ നല്ല കുറച്ച് ഫ്രണ്ട്സാണ്. തേർഡ് ഇപ്പം ഞാൻ റീസെൻ്റായിട്ട് ഒരു ജോയിൻ ചെയ്ത ഒരു ഗ്രൂപ്പുണ്ട്, വിമൻ എൻ്റർപ്രൈസ് നെറ്റ്വർക്ക്. അവരുടെയും ഒരുപാട് സപ്പോർട്ട് എനിക്കിതിൽ ലഭിക്കുന്നുണ്ട്. സോ പലപ്പോഴും നമ്മൾ ഈ ഒരു ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് പല ആൾക്കാരും വിട്ടുപോകും. പക്ഷേ ഓൾ ദോസ് പീപ്പിൾ ഹു ഹവ് എൻറിച്ച്ഡ് അവർ ലൈഫ്സ്, നമുക്ക് ഏത് ഘട്ടത്തിലാണെന്ന് പറയാൻ സാധിക്കില്ല, പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുള്ള എല്ലാവരും തന്നെ എനിക്കൊന്ന് ഈ ഒരു സംരംഭത്തിന് വേണ്ടിയിട്ട്
എന്നെ സഹായിച്ചവരാണ്, ഇൻസ്പയർ ചെയ്തവരാണ്. അതിൽ എടുത്തു പറയേണ്ടത് പ്രത്യേകിച്ചും നമുക്ക് എന്താ പറയുന്നത്, കുറേ ഫിലോസഫിക്കൽ ഗുരുക്കന്മാരുടെയും എല്ലാം ഒരു അനുഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തി നിൽക്കുന്നത്.